കനകോലുവിന്റെ റിപ്പോർട്ടിൽ അൻവർ വിജയസാധ്യത ഇല്ലെന്നും അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്നും പറഞ്ഞിട്ട് ആദം മുൻഷിയുടെ പേരും അതുപോലെ മറ്റൊരാളുടെ പേരും രണ്ടുപേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ്. എനിക്കറിയില്ല. ഞാൻ ഈ കനകോലൂനിയും അല്ലെങ്കിൽ അതിലും വലിയ കോലൂനിയും നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിലെ ജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി, അതുപോലെ ഞാൻ പ്രധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ, വ്യാപാരികൾ, കർഷകർ, യുവജനങ്ങൾ അവരായിട്ട് സംബന്ധിച്ചിട്ടാണ് മുന്നോട്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം. പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു. നമ്മളൊരു ഷോക്ക് കേസിൽ അല്ല ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ ചില്ലിൻ്റെ അതല്ല ഞാൻ പറയുന്നത്. ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നാട്ടിലെ ഞാൻ ഇപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ മനുഷ്യരെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു, ഞാൻ ഈ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഞ്ഞികൂടി മുട്ടിക്കാൻ എന്തായാലും ഞാനില്ല. അദ്ദേഹം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു റിപ്പോർട്ട് വെച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ ആഗ്രഹമുണ്ടാക്കി അവരിൽ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഭരണത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ച് പഴയ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് പലതും ഓർത്തു പോകുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന പൈസ അവർ കൊടുക്കും. അത് കൊടുക്കാൻ കോടികളുണ്ടാകും. അതിന് മറ്റ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മോശമാക്കി നിങ്ങൾ പറയരുത്.